നമുക്ക് ഗേറ്റ് കടക്കാം, സിദ്ദീഖിന്റെ കവാടം കടക്കാം, നമുക്ക് ഫാറൂഖിന്റെ കവാടം കടക്കാം, നമുക്ക് രാജകുമാരനെ കാണാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. ഏതാണ് ഗേറ്റ് എന്നറിയുമോ? പ്രധാനപ്പെട്ട 4 കവാടങ്ങൾ രാജകുമാരന്റെ വീട്ടിലേക്കുണ്ട്. ഒന്നാമത്തെ കവാടം സിദ്ദീഖിന്റെ കവാടമാണ്, രണ്ടാമത്തെ കവാടം ഫാറൂഖിന്റെ കവാടമാണ്, മൂന്നാമത്തെ കവാടം നൂറൈനിയുടെ കവാടമാണ് ഉസ്മാൻ, നാലാമത്തെ കവാടം അലി ഹൈദറുൽ കറാർ അവരുടെ കവാടമാണ്. അല്ലാഹു അബൂബക്കറിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹിമല്ലാഹു അബൂബക്കറിൻ. പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹു അബൂബക്കറിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. സവ്വജനി ഇബ്നതഹു. അബൂബക്കർ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ എണ്ണി പറഞ്ഞാൽ, ഒന്ന്, അബൂബക്കർ അദ്ദേഹത്തിന്റെ മകളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തന്നു. ആ മുത്തുമണിയില്ലയോ, ആ തരുണിയില്ലയോ, ആ മഹദിയില്ലയോ, പണ്ഡിതയായ കവയത്രിയായ എല്ലാ സമുദായത്തിനും എന്നെന്നും ആവേശമായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. പെണ്ണ് പെണ്ണായിരിക്കണമെന്ന് എങ്ങനെയെന്ന് പഠിപ്പിച്ച ആയിഷ ബീവി അബൂബക്കറിന്റെ കുടുംബത്തിൽ ജനിച്ച കടാവളക്കാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണ്. അബൂബക്കർ ആ മകളെ എനിക്ക് കെട്ടിച്ചു തന്നു. അത് അബൂബക്കർ എനിക്ക് എന്നോട് കാട്ടിയ സ്നേഹമാണ്. ഹിജ്റയുടെ ഭവനത്തിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് അബൂബക്കറിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ അബൂബക്കറാണ് എന്നെ കൊണ്ടുപോയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏർപ്പാടാക്കിയ ഒട്ടകത്തിന്റെ മേൽ കയറിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ഹിജ്റയിൽ എന്റെ കൂട്ടുകാരനാണ് അബൂബക്കർ. തീർന്നില്ല, ഹിജ്റയുടെ അവസരത്തിൽ ഗുഹയിൽ എന്റെ കൂടെ സഹവസിച്ചതും അബൂബക്കറാണ്. അബൂബക്കർ എന്നോട് സഹവസിച്ചത് തീർന്നില്ല. സ്വന്തം പണത്തിൽ നിന്ന് ചെലവഴിച്ചിട്ട് ബിലാലിനെ മോചിപ്പിച്ചതും അബൂബക്കറാണ്. അടിമയായ ബിലാലിന് സ്വാതന്ത്ര്യം നൽകിയത് അബൂബക്കറാണ്. റഹിമല്ലാഹു ഉമർ. ഉമറിനെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. യഖൂലുൽ ഹഖ്. ഉമർ ഹഖ് മാത്രമേ പറയൂ. ഉമറിന്റെ നാവിന്റെ തുമ്പത്ത് സത്യമാണ്. ഉമർ സത്യത്തിന്റെ നായകനാണ്. വഇൻ കാന മുറൻ. ആ സത്യം കൈപ്പുള്ളതാണെങ്കിലും ഉമർ സത്യമേ പറയൂ. ആ ഉമറിനെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. തറകഹുൽ ഹഖ് വമാ ലഹു മിൻ സദീഖ്. ഉമറിനെ സത്യം കൈവടിഞ്ഞിരിക്കുകയാണ്, ഒരു കൂട്ടുകാരനെ കൊടുക്കാതെ. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം എത്ര മനോഹരം. ഉമറിനെ സത്യം കൈവടിഞ്ഞിരിക്കുന്നു.